അതിൽ നിന്ന് പിന്മാറേണ്ടതെന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം. അതിൻ്റേതായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കോടതിയിൽ പോകാം. പക്ഷേ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടുള്ളതായി അറിയില്ല. മുഖ്യമന്ത്രി പറയുന്ന ഒരു സബ് കമ്മിറ്റിയെ വെച്ചു എന്നാണ്. അതിന് സബ് കമ്മിറ്റി വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, അതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതാണ്. പിന്മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ പിന്മാറിയോ ഇല്ലയോ അവിടെ കത്തുക, അത് ഞാൻ ആ വകുപ്പിൻ്റെ ആളല്ല. പക്ഷേ ഒരു കാര്യം വളരെ ക്ലിയറാണ്, കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ തകർക്കാനുള്ളൊരു ശ്രമമാണിത്. കാരണം 2022-23 1071 കോടി രൂപയാണ് സർക്കാർ സ്കൂളുകളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്രം കൊടുത്തത്. അതെല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സ്കൂളുകളെല്ലാം സ്മാർട്ട് സ്കൂളുകളായത്. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് തകർക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണ്.